പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കഥ ജനപ്രിയമായത്? എന്തുകൊണ്ടായിരിക്കാം? മനുഷ്യരാശിയുടെ ഉദ്ഭവം എന്ന് പറയുന്നത് പുരാതന കാലത്തിൽ നാഗരികതകളുടെ രഹസ്യങ്ങൾ, ബഹിരാകാശ ജീവികളുടെ സാധ്യത എന്നിവയുമായി ഈ കഥ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അനുനാഗി സിദ്ധാന്തം ഇന്നും ആളുകളെ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് അനുനാഗി എന്ന് പറയുന്ന സിദ്ധാന്തം ഇന്നും ജനപ്രിയമായിട്ട് ആകർഷിക്കുന്നത്. അതിങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ തന്നെയാണ്. യഥാർത്ഥ ചരിത്രവും പുരാണവും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും തമ്മിലുള്ള അതിർത്തി മങ്ങിപ്പോകുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അനുനാഗി യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളായിരുന്നു, അല്ലെങ്കിൽ അവർ പുരാതന സുമേറിയൻ പുരാണങ്ങളിലെ ദേവന്മാർ മാത്രമായിരുന്നു? അതിൻ്റെ കൃത്യമായ ഉത്തരമില്ല. പക്ഷെ നിലവിലുള്ള ചരിത്രപരവും ശാസ്ത്രീയപരവുമായ തെളിവുകൾ അനുനാഗിയെ പുരാണ കഥാപാത്രങ്ങളാക്കി കാണിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനുനാഗിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ അനുനാഗി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ നിബൂരോ എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിൽ നിന്നും വരുന്ന ഒരു ജീവിയാണ് ഈ അനുനാഗി. അപ്പോൾ ചില മനുഷ്യരിൽ തന്നെയും അനുനാഗികൾ കൂടിയേക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സത്യമാണ് എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ വലിയ തെളിവുകളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒരു മിത്ത് മാത്രമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സത്യവുമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മിക്ക ആളുകളുടെയും മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ്. ഈ അനുനാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുനാഗിയും ഏലിയനും തമ്മിലുള്ള ബന്ധം എന്താണ്? അനുനാഗിയും ഏലിയനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവരെന്താണ് ഇതിലൂടെ കാണിക്കുന്നത്? ഈ അനുനാഗി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അന്യഗ്രഹ ജീവി തന്നെയാണോ എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പില്ല. പക്ഷേ അവർ ജീവികളായിരുന്നേക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സൊപ്പൊട്ടാമിയയിലാണ് ഈ കഥയുടെ ഉദ്ഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഏകദേശം ഇത് എന്താണ് എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ടും അറിഞ്ഞിരുന്നേക്കാം. അതുകൊണ്ടായിരിക്കാം അവർ മെസ്സൊപ്പൊട്ടാമിയയിലുള്ള ആൾക്കാർ അനുനാഗികളെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അവർ നിബൂരോ എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കഥ എന്തായിരിക്കാം? നിങ്ങൾക്കിതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ, ഈ അനുനാഗിയും ഈ ഏലിയനും പിരമിഡും ദൈവവും എല്ലാം കൂടെ നമ്മളെ ഇട്ട് കറക്കുന്നു, നമ്മളെ പറ്റിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അവർക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞെട്ടിയിരിക്കും. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നതിന് മുൻപേ ഇവിടെ കുറേ ജീവികൾ ജീവിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ അനുനാഗികളും ഉണ്ടായിരുന്നു. പക്ഷേ അനുനാഗി ഇപ്രാവശ്യം ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെ പേടിച്ച് അവർ നിബൂരോ എന്ന് പറയുന്ന പ്ലാനറ്റിലേക്ക് ചാടിപ്പോയതാണ്. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ മിക്കവർക്കും ഇതൊരു ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവിടെ ഉള്ള കാലാവസ്ഥ അവർക്ക് താങ്ങാനാവാതെ അവർ ആ സ്ഥലത്തിലേക്ക് പോയതാണ്. അവർക്കിവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ മനുഷ്യർ തന്നെ ഈ ഭൂമിയെ നശിപ്പിച്ചപ്പോൾ അവർക്കിവിടെ താങ്ങാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ചില മനുഷ്യർ അനുനാഗികളുടെ രൂപമായി വരും. കാരണം അവിടെ നെക്കില് അങ്ങനെയുള്ള ഒരു പോറല്, പിന്നെ അവർ മനുഷ്യരുടെ രൂപമായിരിക്കില്ല. അവർ മനുഷ്യരുടെ ഒരു സാമ്യം വഹിക്കാത്ത ചില ജന്തുക്കൾ ജീവിക്കും. അവർ അനുനാഗികൾ തന്നെ പുനർജനിച്ച് മനുഷ്യരുടെ രൂപത്തിൽ വരുന്നതാണ്.